ശ്രീനാരായണ ഗുരുവിന്റെ 170-ാം ജയന്തി ദിനമാണ് ഇന്ന്. ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശില്പ, ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ശിവഗിരിയിൽ വൈകിട്ട് ശാന്തി ദീപം തെളിയും. അങ്ങനെയുള്ള മറ്റ് ചടങ്ങുകൾ എങ്ങനെയാണ്? ശ്രീനാരായണ ഗുരുദേവന്റെ 170-ാം ജയന്തി ദിനമാണിന്ന്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആഘോഷ പരിപാടികളൊക്കെയും ഒഴിവാക്കിയിട്ടുണ്ട്. ശിവഗിരിയിൽ വൈകിട്ട് ശാന്തി ദീപം തെളിയിക്കും. വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തിയോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഈ ഒരു FB പോസ്റ്റ് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ കേരളീയ സമൂഹത്തിലേക്ക് നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചം പകർന്ന ആളാണ് ശ്രീനാരായണ ഗുരു എന്നാണ് അദ്ദേഹം പിണറായി വിജയൻ FBയിൽ കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സവർണ മേൽക്കോയ്മയ്ക്കും സാമൂഹ്യ തിന്മകൾക്കും എതിരെ അതിനെ ചോദ്യം ചെയ്ത ആളാണ് ഗുരു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കുമെതിരെ ശക്തിയുക്തം നിലകൊണ്ടു. അതോടൊപ്പം തന്നെ പല മതസാരവും ഏകമാണെന്നാണ് ഗുരു ലോകത്തോട് വിളിച്ചു പറഞ്ഞതെന്നും തന്റെ ഫേസ്ബുക്ക് പേജിൽ മുഖ്യമന്ത്രി കുറിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന സർവ്വമത സമ്മേളനത്തിന്റെ ശതാബ്ദി വർഷം കൂടിയാണ് ഇന്നെന്നും മുഖ്യമന്ത്രി തന്റെ FB പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം 1924-ൽ ആലുവ അദ്വൈതാശ്രമത്തിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തതെന്നും കൂടി അദ്ദേഹം കുറിക്കുന്നു. മതജാതി വൈരത്താൽ മലീമസമായ സമൂഹത്തിൽ സാഹോദര്യത്തിന്റെയും മാനവിക ഐക്യത്തിന്റെയും സന്ദേശമാണ്, അതായത് എല്ലാവരും ഒരുമിച്ച് കഴിയണമെന്ന സന്ദേശമാണ് ഗുരു തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 100 വർഷങ്ങൾക്ക് ഇപ്പുറവും ഇത്തരത്തിലുള്ള ഈ ഒരു ആശയത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നും FB പോസ്റ്റിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഗുരുവിന്റെ ദർശനവും ഇടപെടലുകളും കേരളീയ സമൂഹത്തെ ആകെയാണ് പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സാമൂഹ്യ ഇടപെടലുകളും സമൂഹത്തിനാകെ മാതൃകയാണ്, സമൂഹത്തിന് ഊർജം പകരുന്നതാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തിയായ ഇന്ന് ഗുരുദേവന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തിയിലും അതോടൊപ്പം തന്നെ വർക്കല ശിവഗിരിയിലും അരുവിപ്പുറത്തും ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ രാവിലെ 10-ന് ശ്രീനാരായണ ദാർശനിക സമ്മേളനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6:30 വൈകുന്നേരം 6:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചടങ്ങുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുക. അതോടൊപ്പം തന്നെ രാവിലെ 11 മണിയോടുകൂടി അവിടെ ഗുരുപൂജ അടക്കം നടക്കുന്നുണ്ട്. ഇന്നലെ ഈ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദയാണ് പതാക ഉയർത്തി ഈ ഒരു ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഏതായാലും ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരു വലിയ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷ പരിപാടികൾ ഒഴിവാക്കി. ശിവഗിരിയിൽ വൈകിട്ട് ശാന്തി ദീപം തെളിയും. ചെമ്പഴന്തിയിലും പ്രത്യേക ചടങ്ങുകൾ. ഗുരുദർശനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ഇന്നും ചലനാത്മകമാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പറഞ്ഞു. അതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്ന് പറഞ്ഞത്.